ഹായ് ഹലോ എല്ലാവർക്കും ഷാരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലെൻറ്റിൽ സൂപ്പാണ്. ഒരു ഹെൽത്തി സൂപ്പാണ്. കണ്ടില്ലേ, ലെൻറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പ്, നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പില്ലേ, ആ പരിപ്പാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ലെൻറ്റിൽ ഒരു 100 ഗ്രാം, പിന്നെ സവാള ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞത് ഒരെണ്ണം, ഒരു ചെറിയ ഒരെണ്ണം, പിന്നെ ബ്രെഡ് ക്രൂട്ടൺസ് അത് ഒരു ചെറിയ ബൗള്, പിന്നെ ബട്ടർ ചെറിയ 2 ക്യൂബ്സ്, കുരുമുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നാരങ്ങ, വെള്ളം. ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മതി. നമുക്കൊരു കുക്കറിലേക്ക് ആദ്യം പരിപ്പിടാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സവാള ഇടാം. സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇടാം. പിന്നെ വെള്ളം കുറച്ച് മതി, ഒരുപാട് വേണ്ട. പരിപ്പ് കുതിർത്ത് വച്ചിരിക്കുന്ന പരിപ്പാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. പിന്നെ ഉപ്പ് കണ്ടില്ലേ, ഇത്രയും ഉപ്പ് മതിയാവും, ഒരുപാട് ഉപ്പ് വേണ്ട. നമുക്കിത് കുക്കറിലിട്ട് നന്നായിട്ട് വേവണം. ഒരു 4-5 വിസിൽ കേൾക്കണം. കാരണം സൂപ്പല്ലേ, അപ്പം അതിനകത്ത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് വെന്തു നമുക്ക് നോക്കാം. ഞാനൊരു 4 വിസിലോളം കേൾപ്പിച്ചായിരുന്നു. കുതിർത്ത പരിപ്പായതുകൊണ്ടാണ് കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ തവി കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നല്ല ഹെൽത്തി സൂപ്പാണ്. ബ്രെഡ് ക്രൂട്ടൺസും ഈ സൂപ്പും കൂടെ ചേരുമ്പോൾ നല്ല സ്വാദാണ്. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഒരു പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടാവാൻ വെക്കുക. അതിലേക്ക് നമുക്ക് ബട്ടർ ഇടാം. ബട്ടർ ഉരുകുന്നുണ്ട്. നന്നായിട്ട് ഉരുങ്ങിയ ശേഷം മാത്രമേ നമ്മൾ പരിപ്പ് ഇടാൻ പാടുള്ളൂ. പരിപ്പ് വേവിച്ചപ്പോൾ ഞാൻ ആ പരിപ്പ് വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. പരിപ്പ് ഉടയ്ക്കുമ്പം വെള്ളം ഊറ്റി പരിപ്പ് മാത്രമായിട്ട് ആണ് ഉടയ്ക്കേണ്ടത്. ആ പരിപ്പ് വേവിച്ച വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഇനി ചേർക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഞാൻ ഉടച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട് ഞാൻ ആ വേവിച്ച് വെച്ച
പരിപ്പിൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കഷ്ണം വെള്ളം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കണ്ടില്ല, ഓൾറെഡി എല്ലാം നന്നായിട്ട് ഉടച്ചതാണ്. നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഒരു നേരം ഇത് കഴിക്കാം, നല്ല ഹെൽത്തിയാണ്. അപ്പം ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ടത്. അത് കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണോളം മാത്രം മതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ കുരുമുളക് പൊടി അത് കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ മതി. കാരണം നേരത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പൊടിച്ചതാണ്, അതുകൊണ്ട് നല്ല എരിവുള്ളതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകണം കേട്ടോ ഈ ലെൻറ്റിൽ സൂപ്പ്. നമ്മൾ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വേവിച്ച വെള്ളം നമ്മൾ കളയാൻ പാടണ്ട. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല. കുറേശ്ശെ വെള്ളം വറ്റി വരുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഇപ്പോൾ കുറുകിയിട്ടുണ്ട്. നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ബട്ടർ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ചില ഹോട്ടലിൽ ഈ ബട്ടർ അവസാനം ചേർക്കാറുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ചേർക്കുന്നില്ല, ഓപ്ഷണലാണ്. നമ്മൾ ഓൾറെഡി ബട്ടർ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ നാരങ്ങ നീര്, ഒരു പകുതി നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചെറിയൊരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് ബ്രെഡ് ക്രൂട്ടൻസ് ഇടാം. ഇത് നമ്മുടെ സാധാരണ ബ്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് ഈ ബ്രെഡ് ക്രൂട്ടൻസ് എന്ന് പറയുന്നത്. സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിൽ ഓയിലിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇതും ഈ ലെൻറ്റിൽ സൂപ്പും കൂടെ ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ സൂപ്പ് റെഡിയാണ്. തമാശ പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. നാളെ വേറൊരു വിഭവമായിട്ട് 1 മണിക്ക് കാണാം.